ദൈവത്തിൻ്റെ വിധങ്ങൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതല്ല, അല്ലേ? ഹെറീക്കോ പട്ടണത്തിൽ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ ഒന്നും തുടരുത്, ഇറ്റ് ഇസ് എൻ അബോമിനേഷൻ. വേറെ സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ നീ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ളവരല്ല. അപ്പോൾ ഈ ഹൈപ്പർബോള എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ കേൾക്കുന്ന വ്യക്തികളുടെ മനസ്സിൽ ഒരു ചിന്തയിടുകയാണ്. ദൈവത്തിൻ്റെ വചനം ഈസ് എൻ എക്സാജറേറ്റഡ് വേർഡ്, അല്ലേ? കൊല്ലരുതെന്ന് പറഞ്ഞു, അതോ എല്ലാവരെയും കൊല്ലണ്ട എന്നാണ് പറഞ്ഞത്? ശരിക്കും അല്ല, എല്ലാവരെയും കൊല്ലേണ്ട ആവശ്യമില്ല. ദൈവം എല്ലാവരെയും കൊല്ലണം എന്ന് പറഞ്ഞാൽ പോലും എല്ലാവരെയും കൊല്ലണം എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അല്ലേ, അപ്പോൾ നീ മറ്റ് ദേവന്മാരെ ആചരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ആചരിച്ചാൽ കുഴപ്പമില്ല, ഹലോ, അല്ലേ? നീ ആ ദേശത്തുള്ള വ്യക്തികളുടെ ആരാധനക്രമങ്ങളെ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ കുഴപ്പമില്ല, ഇവർ നമ്മളെ പോലെയുള്ളവരാ. ഞാൻ പറയട്ടെ സഹോദര, ദാറ്റ് ഈസ് കോംപ്രമൈസ്. ഇന്ന് നമ്മളുടെ സഭ നോക്കിയാൽ മതി, യു ഫീൽ പിറ്റി, സങ്കടം തോന്നും. ഹല്ലേലൂയ. അതിൽ നമ്മൾ ശരിക്ക് എന്നാ പറയുന്നത്, എപ്രീഷിയേറ്റ് ചെയ്യേണ്ട വേറൊരു മതമുണ്ട്. അവർ ആകാശം ഭൂമി മാറിയാലും അവരുടെ മാറുകയില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഇൻ ദാറ്റ് റെസ്പെക്റ്റ്, ഞാൻ അവരുടെ മതത്തെക്കുറിച്ചോ അത് പൊക്കുകയോ അതൊന്നും പറയുകയല്ല, പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് ടു ദെയർ ലോ ഈസ് ഫാന്റാസ്റ്റിക്. ഐ വിത്ത് മീ? നമ്മളത് കണ്ട് പഠിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അവരെ പോലെ ആണെന്നല്ല പറയുന്നത്, പക്ഷേ അവരുടെ ഡിസിപ്ലിൻ, അവർ എന്ത് നമുക്ക് സംടൈംസ് യു ആർ ആക്ച്വലി എന്നാ പറയുന്നത്, യു ആർ ബീയിങ് ഹൈജാക്ഡ്. ദൈവത്തിൻ്റെ ജനത്തെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ഹൈജാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചതാണ്. ഇംഗ്ലണ്ടിൽ ഒരു ടൗണിൽ, അല്ലേ, ഒരു ടൗണിൽ 3-4 ക്രിസ്ത്യാനികൾ ഒരു കുരിശുമായിട്ട് ആ ടൗണിലേക്ക് പോവുക. ആ ടൗണിലേക്ക് ചെന്നപ്പോൾ അത് വേറെ ഒരു മതക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ്. ഇംഗ്ലണ്ടിലാണ് കേട്ടോ, ബർമിംഗ്ഹാം അടുത്താണ്. അവിടെ ചെന്നപ്പോൾ അവരെ തടഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാണ്, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങൾക്ക് എവിടെ പോകാനാണ് അധികാരമുണ്ടത്. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിങ്ങളെ പുറത്താക്കുമെന്ന്. Are you with me? Yes, in Birmingham, in UK, they said, this is our land, we will throw you out. ഇതാ സഹോദര, ഇന്ന് ദൈവത്തിൻ്റെ ജനത്തെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് ഫോർ യു ടു ഓപ്പൺ യുവർ ഐസ് ആൻഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഡോണ്ട് അലൗ Satan to hijack you. കേട്ടോ, സാത്താൻ നിന്നെ ഹൈജാക്കിന് എന്താ പറയുന്നത് മലയാളത്തിൽ? തട്ടിക്കൊണ്ടുപോകാൻ. അട്ടിമറി. അത് നമുക്ക് മനസ്സിലായല്ലോ, ഹൈജാക്ക് ചെയ്തു. നമ്മളുടെ സ്വാതന്ത്ര്യമെല്ലാം കളഞ്ഞ് അവൻ പറയുന്നത് പോലെ എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. റാഞ്ചി കൊണ്ടുപോയി. യെസ്, കറക്റ്റ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. ഹലോ, കാരണം ദൈവത്തിൻ്റെ വചനം പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ നിനക്ക് ജീവൻ്റെ പുസ്തകത്തിൽ നിനക്ക് നിൻ്റെ പേര് കാണുകയില്ല. ഐ വിത്ത് മീ? യു ആർ ബി വെരി കെയർഫുൾ. ദൈവം ചെയ്യരുതെന്ന് പറയുമ്പോൾ ചെയ്യരുത്, ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം. ഹല്ലേലൂയ. അത് പിന്നെ 14-ാമത്തെ വചനം വായിച്ചു സിസ്റ്റർ. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീഷ്ണതയുള്ള ദൈവമാകുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 106:35 വായിക്കോ. അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു. ഇത്രേ ഉള്ളൂ. നമ്മൾ എവിടെ ഇടകലർന്നോ അവരുടെ പ്രവൃത്തികളെ പഠിക്കും. അതുകൊണ്ട് ദൈവം പറഞ്ഞത്, നിങ്ങൾ അവരുടെ കൂടെ ഇടകലരരുത്. Are you with me? Do not be mixed with them. Hallelujah. പിന്നെ ദൈവത്തിൻ്റെ വചനം പിന്നെയും പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം, ആ ദേവന്മാരുടെ പേര് പോലും പറയരുതെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഒന്ന് വായിക്കോ, പുറപ്പാട് പുസ്തകം 23:13. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാവരിലും സൂക്ഷ്മതയോടെ ഇരിപ്പിൻ. അന്യദൈവങ്ങളുടെ നാമം കീർത്തിക്കരുത്. അത് നിന്റെ വായിൽ നിന്ന് കേൾക്കുകയും വരുത്. നിന്റെ വായിൽ നിന്ന് കേൾക്കുക പോലും പാടില്ല. ഐ വിത്ത് മീ? അപ്പോൾ മനസ്സിലാക്കി ഇന്നത്തെ അധപ്പതനം എവിടം വരെയായി, അല്ലേ?
ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തി വേറെ ആരാധന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ പാട്ടല്ലേ ഇങ്ങനെ അല്ലേ? ഹലോ, പാട്ട്, അവിടെ കൂത്ത്, എന്തെല്ലാം ഉണ്ട്. എന്നിട്ട് അയാൾക്ക് എന്താണ്, മതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ കൂടെ വേദിയിൽ തന്നെ ഇരുത്തുകയും ചെയ്യും. ഹലോ, അയ്യുന്നീ, ഇതാണ് ഇന്ന് നടക്കുന്ന അധപ്പതനത്തിൻ്റെ ഇത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയാണ്, യു ഷാൽ നോട്ട് ഈവൻ ടേക്ക് ദ നെയിം ഓഫ് ദിയർ ഗോഡ് ഓൺ യുവർ ലിപ്സ് എന്ന് ദൈവത്തിൻ്റെ കൽപ്പനയുള്ളപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ എന്തിനാണ് അവരെ ബഹുമാനിക്കുന്നത്? ദിസ് ഇസ് ദ കറപ്ഷൻ ദാറ്റ് ഇസ് കം അപ്പ്, ദ കോംപ്രമൈസ്. അയ്യുന്നീ, എന്തിനാണ്? പേരും സ്ഥാനത്തിനും ഒക്കെ വേണ്ടി. സഹോദര, ഇങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വെച്ചിരിക്കുന്ന ശിക്ഷ തീർച്ചയായിട്ടും കിട്ടും. അത് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികൾക്കും കിട്ടും, അത് ചെയ്യുന്ന വ്യക്തികൾക്കും കിട്ടും. ഹല്ലേലൂയ. കാരണം ഇവിടെ വക്കീൽ സാറുണ്ടല്ലോ, എബേറ്റ്മെൻറ്റ് ഓഫ് എ ക്രൈം ഈസ് ഓൾസോ പണിഷബിൾ, അല്ലേ? അല്ലേ? ഒരാൾ പോയി എന്താണ് ആത്മഹത്യ ചെയ്തെന്ന് വിചാരിച്ചു, ആ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച വ്യക്തിക്കും കുറ്റമുണ്ട്. എബേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളും വേറെ വ്യക്തികൾക്ക് അവർക്ക് കുറ്റം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. ഐ വിത്ത് മീ, പ്രോത്സാഹിപ്പിക്കരുത്. യു ആർ ബി വെരി കെയർഫുൾ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ചീഫ് ജസ്റ്റിസിനേക്കാൾ വലുതാണ് നമ്മളുടെ ദൈവം. ഐ വിത്ത് മീ. ഹല്ലേലൂയ. എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് ആൾക്കാർക്ക് ദൈവത്തിൻ്റെ വചനം വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയ വ്യക്തികൾ, അധികാര സ്ഥാനത്തുള്ള വ്യക്തികൾ അതിൻ്റെ സത്യം പറയാതെ വളച്ച് ഒടിച്ച് ദൈവത്തിൻ്റെ ജനത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള എങ്ങനെ തോന്നും അവർക്ക്? അവർക്ക് ഈ ശിക്ഷയെക്കുറിച്ച് അറിഞ്ഞുകൂടെ? ഹലോ, ഹല്ലേലൂയ. ചിലപ്പോൾ വിചാരിക്കും അവർ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. ഞാനിങ്ങനെ പോയിട്ട് ആ നല്ല കള്ളനെ പോലെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ക്ഷമ ചോദിക്കും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വക്കീൽ സാറുണ്ടായിരുന്നല്ലോ, നിങ്ങളല്ല കേട്ടോ, നമ്മുടെ ഒരു ഫ്രണ്ട് വക്കീലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഇസ് സംതിങ് വിച്ച് റിയലി ടച്ച് മീ. എന്താണ്, അദ്ദേഹത്തെ പോയി ഒരു ധ്യാനത്തിന് വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ, സീനിയർ ആളാണ്, എടാ മോനെ, എനിക്കിതൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഓക്കെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് കുറേ നുണയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ അറ്റ്ലീസ്റ്റ് ഈ ഹാഡ് ദ ഹോണസ്റ്റി ടു സേ, ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഒരു ദിവസം കേട്ടു പുള്ളി രാത്രി ഉറക്കത്തിൽ മരിച്ചു എന്ന്. ഞാൻ പറയുന്നത് ഡോണ്ട് വെയിറ്റ്. നിനക്ക് ഇന്ന് നിന്റെ ജീവൻ ദൈവത്തിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം. പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇഫ് യു ആർ വില്ലിങ്. കാരണം എന്താണ്, ആരും വന്ന് നിന്നെ സ്വർഗ്ഗരാജ്യത്തെ ഉന്നി കയറ്റുകയില്ല കേട്ടോ. യു ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ. നീ തന്നെ തീരുമാനം വയ്ക്കണം. ഇന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ടുഡേ ഈസ് എ ഡേ ഓഫ് യുവർ സാൽവേഷൻ. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 16:4 വായിക്കോ. സഹോദരൻ, ഇന്ന് താക്കീതിൻ്റെ ദിവസമാണോ? ഇന്ന് ഫോർ us to reform. Say reform. സങ്കീർത്തനം 16:4. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിൽ എടുക്കുകയുമില്ല. ആമേൻ. I tell you, God hates. ഇങ്ങനെ പറയുന്നത്, their sorrows shall be multiplied who hasten after another god. Their drink offerings of blood I will not offer, nor take up their names on my lips. God abhors idolatry. ദൈവത്തിന് അത് സ്വീകാര്യമല്ല. അത് ഒരിക്കലും ദൈവത്തിന് സ്വീകാര്യമല്ല. ജനപ്രവാന ദിവസം 25-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം വായിക്കുക. അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരരുത്. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുകയും അരുത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല എന്ന് അവർ പറഞ്ഞു. ആമേൻ. അപ്പോൾ നിങ്ങൾക്ക് അനർത്ഥം വരുത്താതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്യദേവന്മാരെ സേവിക്കരുത്. ഐ വിത്ത് മീ. ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നതാണ്. പിന്നെ നിയമാവർത്തനം 31:20 വായിക്കാം. ഞാൻ അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തിന്ന് തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എൻ്റെ നിയമം ലംഘിച്ച് എന്നെ കോപിപ്പിക്കുകയും ചെയ്യും. ആമേൻ.
ഇന്ന് സംഭവിക്കുന്നതാണ് അല്ലേ? പാലും തേനും ഒഴുകുന്ന ദേശത്ത് വന്ന് തിന്ന് കുടിച്ച് വണ്ണം വെച്ച് കഴിയുമ്പോൾ അവരെ അനുഗ്രഹിച്ച ദൈവത്തെ മറക്കുക. ഡോണ്ട് ഡു ഇറ്റ്. നിൻ്റെ അനുഗ്രഹം നീ ഒരു വിഗ്രഹം ആക്കരുത്. എപ്പോഴും നിന്നെ അനുഗ്രഹിച്ച ദൈവത്തെ നീ ആരാധിക്കണം. ഹല്ലേലൂയ. ബി ഗ്രേറ്റ്ഫുൾ, താങ്ക്ഫുൾ എന്ന് പറഞ്ഞാൽ താങ്ക്ഫുൾ. ആമേൻ. ഹല്ലേലൂയ. പിന്നെ മലാക്കായി പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം നോക്കിയോ. ഞാൻ ഹോറേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ. ആമേൻ. ഹോറേബിൽ മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിൽ ഒരു പ്രമാണം എന്താണ്? നമുക്കറിയാം, 2-ാമത്തെ പ്രമാണം. അത് പറയുന്നുണ്ട് എന്താണ്? യു ഷാൽ there is no other God but Jehovah. Are you with me? Amen. You shall not worship any other God but Jehovah. Amen. You shall not make any idol. Amen. In the form of anything. Amen. You shall not worship. Amen. അപ്പോൾ ആ 2-ാമത് ഒന്ന്, we'll read it exactly what it is. Book of Exodus chapter 20 verse 3. കാരണം ഇതാണ് നമുക്കറിയാമല്ലോ മനുഷ്യൻ്റെ ആ എന്നാ പറയുന്നത്, ദി കണ്ണിങ്നെസ് അല്ലേ? 2-ാമത്തെ കൽപ്പന ഇപ്പോൾ പള്ളിക്കൂടങ്ങളിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഹലോ, 2-ാമത്തെ കൽപ്പന പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കുന്നില്ല. പക്ഷേ അതിന് പകരം അവസാനത്തെ കൽപ്പന അവർ മുറിച്ച് സർജറി ചെയ്ത് 2ആക്കി അല്ലേ? അപ്പം 2 ഇല്ല എന്നുള്ളത് കൊണ്ട് 9ആയി. 10 2ആക്കിയപ്പം 10ആയി. അപ്പം ബാലൻസ്. അക്കൗണ്ടൻ്റ് പറയുകയാണ് ബാലൻസ് ഷീറ്റ് ബാലൻസ്ഡാണ് അല്ലേ? ബാലൻസ് ഷീറ്റ് ബാലൻസ്ഡ് ആണ്. പക്ഷെ ഇവിടെ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? യു ഷാൽ ഹാവ് നോ അതർ ഗോഡ്സ് ബിഫോർ മീ. എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വേറെ ദേവന്മാരെ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ കൂടെ തന്നെ പറയുന്നത് നിങ്ങൾ വേറെ വിഗ്രഹത്തിന് ഒന്നും ഉണ്ടാക്കരുത്. 3-ാമത് പറയുന്നത് അതിനെ നിങ്ങൾ നമസ്കരിക്കരുത്. Are you with me? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയതാണ്. ദൈവത്തിൻ്റെ കൽപ്പന വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈപ്പർബോളെ അത്. ഹലോ സാത്താൻ പറയും അത് ഹൈപ്പർബോളയാണെന്ന്. ഒരു ഹൈപ്പർബോള എന്താണ്? നിനക്ക് അത് കാണുമ്പോൾ ഓർക്കാനായിട്ട് നീ വിഗ്രഹം ഉണ്ടായിയോ? അല്ലേ? കാണുമ്പം നിനക്ക് ഓർക്കാനായിട്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ആരും ദൈവത്തെ കണ്ടിട്ടില്ല, ഹൊറേബിലും കണ്ടിട്ടില്ല അല്ലേ? അവിടെ പറയുന്നുണ്ട് എന്നാ, ദൈവം ആത്മാവാണെന്ന്. അപ്പോൾ ആത്മാവാകുന്ന ദൈവത്തെ നിനക്കൊരു ഒരു ഒരു പ്രതിമ കണ്ടിട്ടേ ആ ദൈവത്തെ ഓർക്കാൻ പറ്റുള്ളൂവെങ്കിൽ നിൻ്റെ വിശ്വാസം എന്തുമാ ആഴമുള്ളതാ. ഹലോ നിന്നെ സൃഷ്ടിച്ച് നിന്നെ ഈ തീച്ചൂളയിൽ നിന്ന് അടിബന്ധത്തിന് രക്ഷിച്ച നിനക്ക് നിത്യജീവൻ തന്ന ആ ദൈവത്തെ നിനക്കൊന്ന് ഓർക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു പ്രതിമ കണ്ടാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിൻ്റെ വിശ്വാസത്തിൻ്റെയും നിൻ്റെ സ്നേഹത്തിൻ്റെയും ആഴം എന്തുമാത്രമാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവത്തെ നീ എന്താ പറയുന്നത്, സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോൾ ആ ദൈവം നിനക്ക് അവനെ തന്നെ വെളിപ്പെടുത്തി തരും. നിനക്കൊരു പ്രതിമയുടെ ആവശ്യമില്ല ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനുമായിട്ട്. ഹല്ലേലൂയ. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഹൈപ്പർബോളെ വന്നിട്ട് ചില മതം ഈ പ്രതിമകളെ വളരെയേറെ ഉണ്ടാക്കുന്ന മതമല്ലല്ലോ, സഭകളുണ്ട്. ആ സഭകളിൽ അവർ പറയുന്നുണ്ട്, അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇഫ് യു ലുക്ക് അറ്റ് അവരുടെ ഒരു പുസ്തകത്തിൽ നോക്കിയാൽ ദ ഇക്കോണമി ഓഫ് വർഷിപ്പ് എന്നാണ്. ഇക്കോണമിയാണ് അത്, തീർച്ചയായിട്ടും ഇക്കോണമിയാണ്. കാരണം ആ വിഗ്രഹത്തിൻ്റെ അടിയിലൊരു പെട്ടിയുണ്ട്, അതിനകത്ത് പൈസ വീഴുന്നുണ്ട്. അതൊരു ഇക്കോണമിയാ. Are you with me? ഹല്ലേലൂയ. സഹോദരാ, ഇങ്ങനെ അത് അങ്ങനെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നവർക്കും അങ്ങനെ ആരാധിക്കുന്ന വ്യക്തികൾക്കും ദൈവം വെച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയ മനസ്സുകൾ ഗ്രഹിച്ചിട്ടില്ല അവർക്ക് വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് വരുന്ന ശിക്ഷ എന്താണെന്ന്. ആയുധി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യു ഷുഡ് നെവർ കോംപ്രമൈസ്. ദൈവത്തിൻ്റെ വചനത്തെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്.
കാരണം രണ്ടാമത്തെ കൽപ്പന പറയുന്നത് നീ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? കാരണം ആ മൂന്ന് ആ സെക്കൻഡ് കമാൻഡ്മെൻറ്റിൻ്റെ 3 പോർഷൻ നോക്കുകയാണെങ്കിൽ, ഒന്ന്, ഞാൻ മാത്രമാണ് ദൈവം, അതുകൊണ്ട് നീ വിഗ്രഹം ഉണ്ടാക്കരുത്, അതുകൊണ്ട് നീ വിഗ്രഹത്തെ ആരാധിക്കരുത്. അപ്പോൾ നീ വിഗ്രഹം ഉണ്ടാക്കുകയാണെങ്കിൽ നീ യഥാർത്ഥത്തിൽ എന്താ പറയുന്നത്? നീ മാത്രമല്ല ദൈവം, വേറെ ദൈവന്മാരുണ്ട്. ഹലോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? There are 3 portions to that. ഒന്ന്, you shall have no other gods before me. അതുകൊണ്ട് നീ you shall not make of yourselves a carved image. കാരണം ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അപ്പം ഉണ്ടെങ്കിലല്ലേ നീ ഉണ്ടാക്കുള്ളൂ. ഹലോ, are you with me? ദൈവം പറയുകയാണ്, ഞാൻ മാത്രമാണ് ദൈവം, അതുകൊണ്ട് നീ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. അപ്പോൾ നീ പറയുകയാണ്, ഞാനൊരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിൻ്റെ പ്രവൃത്തി വഴി നീ പറയുന്നത് എന്താണ്? നീ മാത്രമല്ല ദൈവം. അത് സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്? ആ പ്രതിമയുടെ മുമ്പിൽ പോയി നീ വണങ്ങുന്നുണ്ട്, അതിനെ മുത്തുന്നുണ്ട്, അതിനു മുമ്പിൽ മെഴുതിരി കത്തിക്കുന്നുണ്ട്, അതിനു മുമ്പിൽ നേർച്ചയിടുന്നുണ്ട്, അതിന് സാരി എടുക്കുന്നുണ്ട്. ഹലോ, അല്ലേ സഹോദര? ഇറ്റ് ഈസ് എ ബ്ലേറ്റൻറ്റ് ഒഫെൻസ് അഗെയിൻസ്റ്റ് ഗോഡ്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയാണ്. കൽപ്പന ലംഘിച്ചാൽ എന്താണ്? നീ നശിച്ചു പോകും. ദൈവം പറയുന്ന, വചനം പറയുന്ന, നീ നശിച്ചു പോകും. യു വിൽ പെരിഷ്. ഹല്ലേലൂയ. പെരിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വി ഹാവ് ടു കണക്ട് ഇറ്റ് വിത്ത് John 3:16. That whoso believeth in Jesus shall not perish but have everlasting life. നീ പെരിഷ് ചെയ്യുമ്പോൾ നിനക്ക് നിത്യജീവൻ നീ നഷ്ടപ്പെടുത്തി. Are you with me? സഹോദര, നിങ്ങൾ കേൾക്കണം കേട്ടോ. നിങ്ങളുടെ നിത്യജീവന് നിങ്ങൾക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിച്ച് അതനുസരിക്കാൻ തീരുമാനിക്കണം. ടുഡേ ഈസ് എ ഡേ യു ടേക്ക് എ ഡിസിഷൻ. അല്ലെങ്കിൽ നീ നശിച്ചു പോകും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോഷുവ പ്രവചന പുസ്തകം 23-ാമത്തെ അധ്യായം 13 വായിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കൃപ, ദയ, അനുകമ്പ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. കാരണം ദൈവത്തിന് നമ്മൾ ജോഷുവ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ, യു ഷാൽ മെഡിറ്റേറ്റ് ഇൻ എ ഡേ ആൻഡ് നൈറ്റ്. അല്ലെ, ദൈവത്തിൻ്റെ വചനത്തിൽ നീ പകല് ധ്യാനിക്കണം. പിന്നെ പറയുന്നുണ്ട് ദാറ്റ് ഇറ്റ് വിൽ ഗിവ് യു ഷുവർ സക്സസ്. അതിന് നിനക്ക് വിജയം തരുന്നതാണ്, നിന്നെ അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. വായിച്ചത് വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷജാതികളോട് ചേർന്ന് വിവാഹബന്ധം ചെയ്യുകയും നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ആമേൻ. ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വായിക്കാം. Know for certain that the Lord your God will no longer drive out these nations from before you. അപ്പോൾ ദൈവം നിൻ്റെ മുമ്പേ പോയിട്ട് നിൻ്റെ എതിരെ വരുന്ന ജാതികളെ ദൈവം നശിപ്പിച്ച് മാറ്റിയിരുന്നു. പക്ഷേ നീ അതുപോലെ തന്നെ, അതുകൊണ്ട് ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. Are you with me? പിന്നെ പറയുന്നത് എന്താണ്? But there shall be snares and traps to you and scourges on your sides and thorns in your eyes until you perish from this good land which the Lord your God has given you. നിനക്ക് നാശമേ വരുള്ളൂ, അത് പയ്യെ വരുള്ളൂ. ഹലോ, അത് പയ്യെ പോയി നീ അനുഭവിച്ചിട്ടേ ചാവുള്ളൂ. Hallelujah. പിന്നെ പറയും, therefore it shall come to pass that as all the good things have come upon you which the Lord your God promised you, so ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, വായിക്കാം ഒന്നും കൂടെ. Therefore it shall come to pass that as all the good things have come upon you which the Lord your God promised you. അപ്പോൾ എന്താ? ഞാൻ നിൻ്റെ കൂടെ ജാതികളെ ഞാൻ നശിപ്പിച്ച് നിൻ്റെ കൂടെ വന്നതുപോലെ ഇനി വരികയില്ല. അല്ലേ, എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ദൈവം വന്നിരുന്നു, ഇനി വരികയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറയുന്നതാണ്, therefore it shall come to pass that as all the good things have come upon you which the Lord your God promised you. ഇനിയാണ് അടുത്ത വചനം, അടുത്ത പോർഷൻ. So the Lord will bring upon you all harmful things until he has destroyed you from this good land which the Lord your God has given you. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഒരു സ്ഥലത്ത് പറയാണ്,
ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ജാതികളെ നശിപ്പിച്ചതുപോലെ ഇനി ചെയ്യുകയില്ല. പിന്നെ 15-ാമത്തെ വചനം പറയുന്നതാണ്, നിനക്ക് ഞാൻ നന്മകൾ തന്നതുപോലെ ഇനി തരികയില്ല, അതിന് പകരം നിനക്ക് ഞാൻ നാശവ തരാൻ പോകുന്നതെന്ന്. എന്തുകൊണ്ടാണ്? നിന്നെ വിടുവിച്ച ആ ദൈവത്തെ ആരാധിക്കാതെ വഴിയിലുള്ള ദേവന്മാരെ ആരാധിക്കുന്നതുകൊണ്ട്. സഹോദര, ഇറ്റ് ഇസ് ടൈം, നീ ഒന്ന് എഴുന്നേൽക്ക്. ഓപ്പൺ യുവർ ഐസ് ടു ദ റിയാലിറ്റി. ഹല്ലേലൂയ. ഇന്ന് ആരൊക്കെയാണ് ഇവിടെ വിശ്വാസികൾ, ദൈവത്തിൻ്റെ ഭൃത്യന്മാർ, സെർവൻസ് ഓഫ് ഗോഡ്? എങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കാണ് കേട്ടോ. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 47, 48 ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും. അപ്പം സെർവൻറ്റിന് ഒരു യജമാനം ഉണ്ടല്ലോ. നിങ്ങളുടെ യജമാനൻ ആരാ? ആണല്ലോ. ഇനി തുടങ്ങാം. ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. ബാക്കി പോയി. അറിയാതെ കൊണ്ട് അടിക്ക് യോഗ്യം അത് ചെയ്യുവാനോ ചെയ്തവനോ കുറേ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ആൻഡ് ദാറ്റ് സെർവൻറ്റ് ഹു ന്യൂ ഹിസ് മാസ്റ്റേഴ്സ് വിൽ ആൻഡ് ഡിഡ് നോട്ട് പ്രിപ്പയർ ഹിംസെൽഫ് ഓർ ഡു അക്കോർഡിംഗ് ടു ഹിസ് വിൽ ഷാൽ ബി ബീറ്റൻ വിത്ത് മെനി സ്ട്രൈപ്സ്. അപ്പം ദൈവത്തിൻ്റെ ആ ഇഷ്ടം ലംഘിച്ചിട്ട് പ്രവർത്തിക്കുന്നവന് വളരെയേറെ അടികൾ കിട്ടും. ബട്ട് ഹി ഹു ഡിഡ് നോട്ട് നോ യെറ്റ് കമ്മിറ്റഡ് തിങ്സ് ഡിസേർവിംഗ് ഓഫ് സ്ട്രൈപ്സ് ഷാൽ ബി ബീറ്റൻ വിത്ത് ഫ്യൂ, കുറവ്. ഫോർ അടികൊള്ളും. അടികൊള്ളുന്നുള്ള കനിഷമാണ് ഇത്. എന്താ പറയുന്നത്, ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടല്ലേ ഇത് ലാഷിങ്. അത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന വല്ലതും ഉണ്ടോ? അവിടെ പോയി അടി കൊണ്ടോന്നല്ലേ ചോദിച്ചു. അവിടെ പോയ വ്യക്തികളുണ്ടോ അല്ലേ? പബ്ലിക് ഫ്ലോഗിങ് അല്ല. ഫോർ എവ്രി വൺ ടു whom much is given, from him much will be required, and to whom much has been committed, of him they will ask the more. ഇന്ന് ദൈവം ആ യേശുവിൻ്റെ സ്നേഹമൊക്കെ നിനക്ക് അനുഭവിച്ച് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ he expects you to love him more. Are you with me? And to obey his commandments more, and not to put any hyperboles in your life. Are you with me? There is no exaggeration in God's word. കേട്ടോ? ഹലോ, മലയാളത്തിൽ എക്സാജറേഷൻ പറയുന്നത് എക്സാജറേഷൻ. ദൈവത്തിൻ്റെ വചനത്തിന് അതിശയോക്തിയില്ല. ദൈവം യെസ് എന്ന് പറഞ്ഞാൽ യെസ്, നോ എന്ന് പറഞ്ഞാൽ നോ. ഹല്ലേലൂയ. പിന്നെ ഒരു വചനം കൂടെ അവസാനത്തെ, ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ. ഇതെപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം നോക്കാൻ അല്ലേ? നമുക്കതാണല്ലോ, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു, പിന്നെ അതെന്താണ് അവന് സംഭവിക്കാൻ കാരണം എന്നൊക്കെ അന്വേഷിക്കാൻ നമുക്ക് എന്ത് താല്പര്യമാണ് അല്ലേ? അങ്ങനെയുള്ള വ്യക്തികളാണ് യേശുവിൻ്റെ അടുത്ത് പോയി ചില അന്വേഷണങ്ങൾ നടത്തിയത്. ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ദിസ് എ മെസ്സേജ് ഫോർ യു. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്കും തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശീലോഹോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ശ്വസിക്കുന്ന വെടിയുണ്ട പോകുന്ന പോലെ വായിക്കുന്നത്. അതിൻ്റെ ആ ബ്രേക്ക് ചെയ്ത് വായിക്കണം, എങ്കിലേ അതിൻ്റെ മനസ്സിലാവുള്ളൂ. ഓക്കെ. There was present at that season some who told him about the Galileans whose blood Pilate had mingled with their sacrifices. And Jesus answered and said to them, do you suppose that these Galileans were worse sinners than all other Galileans because they suffered such things? അപ്പോൾ ഇവരുടെ മേലിൽ ഇത്ര വലിയൊരു എന്നാ പറയുന്ന ഒരു ദുരന്തം വരാനായിട്ട് അവർ മറ്റ് ഗലീലയെക്കാളൊക്കെ അതിനേക്കാളൊക്കെ പാപികളായിരുന്നോ?
യേശു എന്താ പറഞ്ഞത്? ഐ ടെൽ യു നോ, ബട്ട് അൺലെസ് യു റിപ്പന്റ് യു വിൽ ലൈക്ക് വൈസ് പെരിഷ്. നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ചോര പോകും. നീ പിന്നെ ഓർ ദോസ് 18 on whom the tower of Siloam fell and killed them, do you think that they were worse sinners than all other men who dwelt in Jerusalem? I tell you no, but unless you repent you will likewise perish. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നീ പശ്ചാത്തപിച്ച് ആ ദൈവത്തെ നിൻ്റെ ആക്കിയിട്ടില്ലെങ്കിൽ, നീ നിൻ്റെ തോന്നിയാസം അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം ലംഘിച്ച്, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് അതുപോലെ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് വിഗ്രഹാരാധനയിലും ഒക്കെ ഇടപെടുന്ന വ്യക്തികളാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീ നശിച്ച് പോകും. സഹോദര, ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ദൈവം ഒരു കാര്യം, ഒരു ദൈവത്തിനെ കുറിച്ചുള്ള പ്രത്യേകത ഇതാണ്, അവൻ നമ്മളുടെ പഴയ കാലങ്ങളൊക്കെ മറക്കുന്നവനാണ്. Are you with me? He is only bothered about your future. Are you with me? Hallelujah. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനത്തിൽ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണ്? നിൻ്റെ നാശത്തിനല്ല. ഹലോ, നീ നശിച്ചു പോകാനല്ല, പക്ഷേ നിനക്ക് ഒരു ഭാവി തരാനാണ്, നിനക്ക് ഒരു പ്രത്യാശ തരാനാണ്, നിന്നെ അനുഗ്രഹിക്കാനാണ് എൻ്റെ പദ്ധതി. അതുകൊണ്ട് സഹോദര, നമ്മൾ ഇന്ന് മനസ്സിലാക്കണം, ദൈവത്തിലേക്ക്, യേശുവിലേക്ക് നീ അടുക്കുകയാണെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്നത് നിത്യജീവനാണ്. നിനക്ക് നഷ്ടപ്പെടുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ, നീ അങ്ങനെ ചെയ്യാതെ ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നീ നഷ്ടപ്പെടുന്നത് നിൻ്റെ നിത്യജീവനാണ്. നീ നശിച്ചു പോകും. ദൈവം പറയുന്നത് പോലെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കുക. ഞാൻ ഇത്രയും നാൾ എങ്ങനെയാണ് നടന്നതെന്ന് ദൈവം നോക്കുന്നില്ല. ദൈവം ഹീ ഈസ് എ ഗോഡ് ഹൂസ് വില്ലിംഗ് ടു ഫോർഗിവ്. ഹല്ലേലൂയ. നീ ചെയ്യേണ്ടത്രേ ഉള്ളൂ, യു കൺഫെസ് യുവർ സിൻ, നിൻ്റെ പാപങ്ങൾ ഏറ്റുപറയുക. അവൻ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നത് നീതിമാനായ ദൈവമാണ്. ഹല്ലേലൂയ. നീതിയുള്ള വഴിയിൽ നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ.